ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും പവിത്ര സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ വിക്രം കൂട്ടുകാരെല്ലാം കൂടി വർക്ക്ഷോപ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ വിക്രമിനെ തല്ലി കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോസ് പറയുകയാണ്, ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇനി നിന്നെ തല്ലുമെന്നല്ല അവർ പറഞ്ഞിട്ട് പോയത്, നീ മാല ഇട്ടുകൊണ്ട് തിരിച്ച് തല്ലുന്നില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജോസ് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ മല ചവിട്ടിയിട്ട് വരാം, വിക്രം പിന്നീട് പോയാൽ മതിയല്ലോ, എന്നിട്ട് അവർക്കുള്ള പണി നാളെ കഴിഞ്ഞ് കൊടുക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രാജേട്ടൻ അതിനെ എതിർക്കുകയാണെങ്കിൽ നമ്മൾ എടുപിടിയും ചെയ്യേണ്ട കാര്യമല്ല, ബുദ്ധിപൂർവ്വം ചെയ്യണമെന്നൊക്കെ പറയണം. അപ്പോൾ വിക്രമോ അത് തന്നെയാണ് പറയുന്നത്. നേരത്തെ ജോസഫെ, നമുക്ക് അങ്ങനെയും ചെയ്യണ്ട, ഞാൻ ഒന്ന് ശ്രീനി സാറുമായിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് വിക്രം ശ്രീനി സാറിനോട് ചെന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീനി സാർ വളരെ വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ വാസവൻ്റെ ആളുകളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് വിക്രം. ഇപ്പോൾ വാസവന് പുതിയൊരു കമ്പനി കൂടി വന്നിട്ടുണ്ട്, അത് നിൻ്റെ ശത്രുപക്ഷത്താണ്, മറ്റാരും അല്ല, ശ്രീകാന്ത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രം പറയുന്നത്, ഞാൻ ഈ മാല ഇട്ട് പോയി, അല്ലെങ്കിൽ ഞാൻ ഇതിനൊരു തിരിച്ചടി കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും മല ചവിട്ടി വന്ന ശേഷം എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രം, നീ മല ചവിട്ടി വരുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കും എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ശ്രീനി സാർ പറയുന്നത്. സാർ ഇപ്പോൾ ഒന്നും ഇതിലിടപെടണ്ട, ഒന്നാമത് നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരികയില്ല, അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും തീരുമാനിക്കുക എന്നൊക്കെ പറയുകയാണ്. ഇതിന് ഞാൻ തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യുമെന്നും പറയുകയാണ്. അപ്പോൾ ശ്രീനി സാറിൻ്റെ ഭാര്യ സുധ പറയുകയാണ്, അപ്പോൾ വിക്രം, നീ ഇപ്പോൾ അടിപിടിക്കൊന്നും പോവാതിരിക്കാനാണല്ലോ വേദ ഇപ്പോൾ മാല ഇടിയിപ്പിച്ചത്, നീ മല ചവിട്ടിയിട്ട് വരുമ്പോൾ അടുത്ത ഏതെങ്കിലും ഇടാകൂടം നിൻ്റെ തലയിൽ അവൾ വയ്ക്കാനാണ് സാധ്യത ഉണ്ടെന്ന് പറയുകയാണ് സുധ. വേദയ്ക്ക് ശ്രീനേട്ടനെ വിക്രമിനെ തമ്മിൽ തെറ്റിക്കുക, അതാണ് അവളുടെ ഉദ്ദേശം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ ഉദ്ദേശമൊന്നും ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല, ഞാനാണ് എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമെന്ന് വിക്രം പറയുകയാണ്. അത് കഴിഞ്ഞ് ശ്രീനിസ പറയുകയാണ്, നീ മലയ്ക്ക് പോകുന്നവരധികം അങ്ങനെ വെളിയിലൊന്നും ഇറങ്ങണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ശ്രീനിസ പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അച്ചമ്മയാണ് കാണിക്കുന്നത്. അപ്പോൾ അച്ചമ്മ ബോംബെയിൽ നിന്ന് വന്നപ്പോൾ ഒരുപാട് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വേദയ്ക്ക് ഒരു വൈറ്റ് കളർ സാരിയും കറുത്ത ബ്ലൗസൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ കമലെ വിളിച്ചപ്പോൾ ഒരു ദിവസം പറഞ്ഞായിരുന്നു നീ പ്രാക്ടീസൊക്കെ തുടങ്ങിയെന്ന്, അതുകൊണ്ടാണ് ഈ സാരി വാങ്ങിയെന്നൊക്കെ പറയുകയാണ്. പിന്നെ കളറിലുള്ള സാരിയൊക്കെ വാങ്ങിച്ചാൽ മോൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല എന്നും പറയുകയാണ്. പിന്നെ നമ്മുടെ ശ്രീജയ്ക്ക് ഒരു സാരി വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ നന്ദിനേട്ടത്തേക്ക് ഒന്നും വാങ്ങിയില്ലെന്ന് ചോദിക്കുകയാണ്. കുശുമ്പത്തേക്ക് ഞാൻ ഒന്ന് വാങ്ങിക്കണം വിചാരിച്ചാണ്, പിന്നെ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കണ്ണ് തട്ടേണ്ടെന്ന് കരുതി അവൾക്കൊരു സാരി വാങ്ങിയിട്ടുണ്ടെന്നും മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ എന്നിട്ട് മുത്തശ്ശി കുറച്ച് ഓർണമെൻറ്റ്സ് എല്ലാം അവിടെ നിന്ന് വാങ്ങിയെല്ലാം വേദയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് അതൊക്കെ ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അതൊന്നും പോരാഞ്ഞിട്ട് കയ്യിൽ കിടന്നൊരു സ്വർണ്ണ മോതിരവും വേദയ്ക്ക് നൽകുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, ഇതൊന്നും വേണ്ട മുത്തശ്ശി എന്നെ ഇട്ടിരുന്നാൽ മതിയെന്ന് പറയുകയാണ്. അത് കുഴപ്പമില്ല മോളെ, ഇത് നിനക്ക് തരുന്നതാണ്, നിനക്കുള്ളൊരു സമ്മാനമാണ്. അപ്പോൾ സമ്മാനം, അതെ, ഇങ്ങനെ നടന്ന വിക്രമിനെ നീ നല്ല രീതിയിലാക്കി എടുത്തില്ലേ, അതിൻ്റെ ഒരു സമ്മാനമാണെന്ന് കരുതിക്കുമെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് കോടതിയിൽ വെച്ച് ദർശനും വേദയായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ദർശൻ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, വീട്ടിലെന്തായ അവസ്ഥകളൊക്കെ, വിനായകേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചോദിക്കുകയാണ്. അതിന് വിക്രം സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ്. വിക്രം ഇപ്പോൾ ഒരു ത്യാഗിയുടെ ലൈനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. മാത്രമല്ല വിനായകേട്ടൻ ഒരുപടി മുന്നേ എറിഞ്ഞിരിക്കുകയാണ്. അതായത് വിക്രം ജയിലിൽ കിടന്ന സമയത്ത് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ വിക്രം അതിനെപ്പറ്റിയൊന്നും അന്വേഷിച്ചില്ല, എന്തായാലും താൻ ദുഃഖം എല്ലാം അനുഭവിച്ച് കഴിഞ്ഞില്ലേ, ഇനി മറ്റൊരാളെ കൂടെ അത് ഉൾപ്പെടുത്തേണ്ടെന്നാണ് വിക്രമിൻ്റെ തീരുമാനം എന്ന് പറയണം. അപ്പോൾ ദർശൻ പറയണം, അതിർത്തി കടന്നു പോയല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും അച്ഛനെങ്കിലും അറിയിക്കണ്ടേ, അപ്പോൾ ഇല്ലെങ്കിൽ എന്നും ആ തെറ്റിദ്ധാരണയോടുകൂടി വിക്രം ജീവിക്കണ്ടേ എന്നൊക്കെ പറയുകയാണ് ദർശൻ. അപ്പോൾ വേദ പറയുകയാണ്, അതേ ദർശൻ, എന്തായാലും വിക്രം മല ചവിട്ടി വന്ന ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കത്തുള്ളൂ. അപ്പോൾ വിക്രമിനെ ഞാൻ ഇത് ആരോടും പറയരുത് എന്നൊരാവശ്യം എന്നോട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ചൊരാവശ്യം അങ്ങോട്ടും വെച്ചു. അപ്പോൾ ശ്രീനി സാറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുകയാണ്, ഞാൻ ഈ രഹസ്യം ആരോടും പറയില്ല എന്നാണ് വേദ പറഞ്ഞത്. അപ്പോൾ ദർശൻ ചോദിക്കും, അപ്പോൾ മറുപടി എന്തായിരുന്നു, എന്തായാലും വിക്രമിനെ പൂട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കണം. പൂട്ടിയിട്ടൊന്നുമില്ല, ആളിന് അത് പറ്റത്തില്ലല്ലോ, അപ്പോൾ അതിനൊരു മറുപടിയും തന്നിട്ടില്ല ഇതുവരെ, ഞാൻ എൻ്റെ ശ്രീനി സാറിൻ്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ വിനായകേട്ടനെ സംബന്ധിച്ചിടത്തോളം പണം കൊടുത്ത് എന്ത് വേണം ചെയ്യാനുള്ളൊരു മനസ്സുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഇനി കാര്യങ്ങളെന്നൊക്കെയുള്ള വളരെ ആലോചിച്ച് വേണം ചെയ്യാനെന്ന് വേദ പറയുകയാണ്. എന്നിട്ട് വേദ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ദർശൻ പറയുകയാണ്, വേദ, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, നമ്മുടെ വാസവന് പുതിയൊരു കമ്പനി ആയിട്ടുണ്ട്, അത് മറ്റാരുമല്ല ശ്രീകാന്ത് എന്നാണ് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഏട്ടനോ അദ്ദേഹം ചോദിക്കുകയാണ്.
അപ്പോൾ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണെന്നും ദർശൻ പറയുകയാണ്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേദ നേരെ ശ്രീകാന്തിൻ്റെ ഓഫീസിൽ ചെന്ന് കാണുകയാണ്. അപ്പോൾ ശ്രീകാന്ത് വേദയെ കണ്ട ഉടനെ തന്നെ വരൂ വന്നിരിക്കും, എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. വിശേഷമൊന്നുമില്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു എന്ന് ചോദിക്കണം. അപ്പോൾ ശ്രീകാന്ത് ഞെട്ടുകണിഞ്ഞ് താനും മറ്റേ പെണ്ണുമായിട്ടുള്ള ബന്ധമാണോ വേദ പറയുന്നത്, വിക്രം എല്ലാം പറഞ്ഞു കാണുമോ എന്നുള്ള രീതിയിലെല്ലാം വ്യാകുലപ്പെടുകയാണ്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, ഈ ബന്ധമൊന്നും മുന്നോട്ട് പോകത്തില്ലേ, നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നെങ്കിൽ സ്ഥാപിച്ചോളൂ, പക്ഷേ അതിൻ്റെ പേരിൽ വിക്രമിന് ഒരു ദോഷം വരാൻ പാടില്ലെന്ന് പറയുകയാണ്. അപ്പോൾ നീ എന്ത് ബന്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വാസവനായിട്ട് കൂടിക്കാഴ്ച നടത്തിയില്ലേ, ആ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പറയുകയാണ്. അപ്പോൾ വാസവനായിട്ട് ചേർന്ന് വിക്രമിനെ ആക്രമിക്കാനാണ് ഒരുമ്പെടുകയാണെങ്കിൽ ഞാൻ അതിനെ അനുവദിച്ച് തരില്ല എന്ന് പറയുകയാണ് വേദ. അപ്പോൾ ഞാൻ ഒന്നിനും വന്നിട്ടില്ലെന്ന്, ഞാൻ അവനെ ആക്രമിച്ചിട്ടില്ലെന്ന് പറയുകയാണ്. വാസവൻ അയാളുടെ മകനോടുള്ള പകയായിരിക്കും വിക്രമിനോട് കാണിച്ചത്, ഇതിലൊന്നും എന്നെ ഉൾപ്പെടുത്തരുതെന്ന് ശ്രീകാന്ത് അറുത്ത് മുറിച്ച് കണക്ക് പറയുകയാണ്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി ശ്രീകാന്ത് ഈ കേസ് ഇടപെട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ വേദ പറയുകയാണ്, ഞാൻ വിക്രമിനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിനിടയിൽ നിങ്ങളൊരു തടസ്സമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുകയാണ്. അപ്പോൾ നീ എത്ര നന്നാക്കിയാലും അവൻ നന്നാകാൻ പോകുന്നില്ല, കാരണം അവൻ്റെ ജീവിതം അങ്ങനെയാണ്, കർമ്മ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എന്നായാലും ഒരു പിച്ചാത്തിപ്പിടി അവൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് ശ്രീകാന്ത് പറയുകയാണ്. അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ ഞാൻ അത് വിധിയെന്ന് കരുതിക്കൊള്ളാമെന്ന്, ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ സ്വത്തിനെ ആശ്രയിച്ച് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീജയും വേദയായിട്ട് ബാങ്കിൽ പോവുകയാണ്. അതായത് ബാങ്കിൽ ലോണിന് അപേക്ഷിച്ചിരുന്ന് എല്ലാം പാസ്സായി കിടക്കുകയാണ്. അങ്ങനെ മാനേജറെ കണ്ട് ഒപ്പിട്ടെല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം ക്യാഷ് എല്ലാം ട്രാൻസ്ഫർ ഇപ്പോൾ ആക്കി തരാമെന്നൊക്കെ മാനേജർ പറയുകയാണ്. പിന്നെ ബാക്കി പരിപാടികളൊക്കെ ഇവിടം വരെ ആയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യമുള്ള ചില കടകളിലൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഒരു വീടിനടുത്ത് തന്നെ ഒരു ചെറിയ ഷെഡും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം, നിങ്ങളുടെ എന്തായാലും സംരംഭം നല്ല രീതിയിൽ ആവട്ടെ എന്ന് മാനേജർ ആശംസിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കാമെന്നും പറയുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി വെളിയിറങ്ങിയാണ്. അപ്പോൾ ശ്രീജേച്ചി ഞാൻ പോവുകയാണ്, എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടെന്ന് പറയണം. അങ്ങനെ ശ്രീജ വേദയുടെ കൈ പിടിക്കുകയാണ്. അപ്പോൾ വേദ ഒരുപാട് നന്ദിയുണ്ടെന്നും ഈ കടപ്പാട് ഞാൻ എത്ര ജന്മം എടുത്താലും മറക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീജേച്ചി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഈ ഒരു ദരിദ്രവാസ പെണ്ണിന് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല വേദ. മാത്രമല്ല എനിക്ക് എന്നെ തന്നെ ഒരു വിലയില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ജീവിതത്തിൽ ആകെ ഒരു വില കൽപ്പിച്ച ദിവസം എന്ന് പറയുന്നത് എൻ്റെ മകൾ പ്രസവിച്ച ദിവസമാണ്. അതാ ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസമാണ്. ഇപ്പോൾ ശ്രീജേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങളുടെ സംരംഭം എല്ലാം നല്ല രീതിയിലാവും. ഒരു വലിയ ബിൽഡിങ്ങിൽ ഞാൻ ശ്രീജേച്ചിയെ അവിടെ MDയുടെ സ്ഥാനത്ത് ഞാൻ ഇതുപോലെ പിടിച്ചിരുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നും, അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുക തന്നെ വേണമെന്നൊക്കെ വേദ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്